അസ്സലാമു അലൈക്കും. കണ്ണൂരുകാരുടെ സ്പെഷ്യലായ മുട്ടയപ്പം ഇനി മലപ്പുറത്തും എങ്ങനെയെന്നല്ലേ? നവരി നല്ല സോഫ്റ്റ് മുട്ടയപ്പമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു കപ്പ് അളവിൽ പച്ചരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ എന്തായാലും കുതിർക്കാൻ വെക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം, അതേപോലെ സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അപ്പാണ് കേട്ടോ. കറിയുടെ കൂടെയൊക്കെ കഴിക്കാം. നമ്മൾ അധികം മധുരമൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ അരിയല്ല, ചോറുണ്ടല്ലോ നമ്മളിപ്പോൾ ചാക്കേരി ചോറ്, അതാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് ചോറിട്ട് കൊടുക്കുക. അതേപോലെ ഒരു മുട്ടയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. മുട്ടയപ്പം എന്ന് പറയുമ്പോൾ മുട്ടയാണല്ലോ, അപ്പോൾ മുട്ടയാണ് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. ഒരു മുട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും, ആ മാവക്ക് പാകത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1.5 സ്പൂണ് മൈദമാവും, 1 സ്പൂണ് ബേക്കിംഗ് സോഡയും ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇത് ഒന്നായിട്ട് പോണില്ല, അപ്പം ഞാൻ 2 സെക്ഷൻ ആക്കിയിട്ടാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 3 ഏലക്ക നമുക്കിതിലേക്ക് വേണം. അപ്പം ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നല്ല അരിഞ്ഞ് കിട്ടണം കേട്ടോ. പകുതി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഇതേപോലെ കേട്ടോ മാവ് വേണ്ടത്. നല്ല ലൂസാവും വേണ്ട, എന്നാൽ കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത് കേട്ടോ. അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടില്ല, മാവ് ഇതേ ലൂസാണ് കേട്ടോ വേണ്ടത്. നല്ല ലൂസാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നല്ല എണ്ണ കുടിക്കും. അപ്പോൾ നല്ല ലൂസാവാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയാവാനും പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ഒരു 4 മണിക്കൂർ എന്തായാലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു ചെറുതായിട്ടൊരു പുളിപ്പൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു 4 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് വേണ്ടത് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ നെയ്യ് ചേർക്കുന്നത്. ഇനി ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എണ്ണ ചൂടാവണേ. ലോ ഫ്ലെയിമിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉണ്ടാക്കണം. നല്ല ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചൂട് ഓവറായി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. അത് ഞാൻ കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ. കണ്ടില്ല, ഇതാണ് നമ്മൾ നല്ല ചൂടിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോണത് അതേ രൂപത്തിലായിരിക്കും കിട്ടുക. അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.